ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ഒരു സർക്കാർ ജോലി. അപ്പോൾ ആദ്യമായിട്ട് PSC പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഭാവിയിൽ PSC എക്സാം എഴുതി ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്താണ് PSC എന്ന് ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ അതിനെല്ലാമുള്ള ഒരു ഉത്തരവായിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഗൂഗിളിൽ കേരള PSC എന്ന് സെർച്ച് ചെയ്യുമ്പം തന്നെ ആദ്യം തന്നെ വെബ്സൈറ്റ് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെയൊരു ഫീൽഡിലേക്കാണ് നിങ്ങൾ എത്തുക. ഇവിടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പിന്നീട് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാനും എക്സാംസിനെല്ലാം അപ്ലൈ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഒരു കഫേയിൽ ചെന്നിട്ട് അവിടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് അത് ചെയ്തു തരും. പിന്നീട് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഗൂഗിളിൽ കേരള PSC അടിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ വരുന്നത് വൺ ടൈം രജിസ്ട്രേഷൻ ആൻഡ് ലോഗിൻ. അതിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോമിലേക്കാണ് നിങ്ങൾ എത്തുക. അപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത സമയത്ത് തന്നെ അവരൊരു യൂസർ ID തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ യൂസർ ID ആണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. പിന്നെ പാസ്വേഡ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓരോ 6 മാസം കൂടുമ്പോഴും നിങ്ങൾ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അത് നിങ്ങൾ ഓൾറെഡി ഉള്ള പാസ്വേഡ് അടിക്കുമ്പോൾ തന്നെ അവർ പറയും ചേഞ്ച് ചെയ്യേണ്ട സമയമാകുമ്പോൾ. അപ്പോൾ നിങ്ങൾ വേറെ ഒരു പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ കേസ് സെൻസിറ്റീവ് ആക്സസ് കോഡും അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ സെൻഡ് OTP ആണ് കൊടുക്കേണ്ടത്. ഇവിടെ OTP വരിക നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്കും വരും, മെയിലിലേക്കും വരും. അപ്പോൾ ഫോൺ നമ്പറിലേക്ക് വരാൻ വല്ല ഡിലേ ഉണ്ടെങ്കിൽ മെയിലിൽ പോയി നോക്കാം. മെയിലിൽ ഡിലേ ഉണ്ടെങ്കിൽ ഫോൺ നമ്പറിലേക്ക് വരും. അപ്പം രണ്ടിലും വരും. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്താലും അത് വരുന്നതായിരിക്കും. എന്നിട്ട് വെരിഫൈ OTP കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ ഒരു ഫീൽഡിലേക്കാണ് വരിക. ഇവിടെ നോട്ടിഫിക്കേഷനിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇപ്പം ഇതിൽ 90 നോട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് പറ്റുന്ന തസ്തികകൾ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഫോണിലോ ലാപ്ടോപ്പിലോ എല്ലാം ചെയ്യാവുന്നതാണ്. നോട്ടിഫിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ളതും ഡിസ്ട്രിക്റ്റ് വൈഡ് ആയിട്ടുള്ളതും എല്ലാം കാണാം. ഇങ്ങനെയാണ് കാണുക. ഇതിൽ നിങ്ങൾക്ക് ചെക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അതിന് എലിജിബിൾ ആണോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയും. എലിജിബിൾ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ഓപ്ഷനാണ് കാണുക. അതിൽ അപ്ലൈ ചെയ്തിട്ട് എന്താണോ അവർ പറയുന്നത്, ഡേറ്റ്, കാര്യങ്ങൾ, നിങ്ങളുടെ സ്ഥലം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കൊടുത്താൽ മാത്രം മതി. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ഒരു പോസ്റ്റ് എടുത്തു. ഇവിടെ എലിജിബിൾ എന്ന് കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എലിജിബിൾ എന്ന് കണ്ടാൽ ഇവിടെ അപ്ലൈ എന്ന് ഉണ്ടാവും, അല്ലെങ്കിൽ അപ്ലൈ എന്നായിരിക്കും എലിജിബിളിന് പകരം ഉണ്ടാവുക. അതങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിനുശേഷം പിന്നെ PSC അവരുടെ കലണ്ടർ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏത് മാസമാണ് നമ്മുടെ എക്സാം ഉണ്ടാവുക എന്നുള്ളത്. മുൻകൂട്ടി തന്നെ ഒക്ടോബർ മാസത്തെ, നവംബർ മാസത്തെ അങ്ങനെ പറഞ്ഞ് കലണ്ടർ പ്രസിദ്ധീകരിക്കും. എക്സാമിന് ഒരു 2-3 മാസം മുൻപ് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കും. അപ്ലൈ ചെയ്ത പലർക്കും അഡ്മിഷൻ ടിക്കറ്റ് വരാറില്ല. കാരണം കൺഫർമേഷൻ കൊടുക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്ത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് കൺഫർമേഷൻ മെസ്സേജ് വരിക. അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കൺഫർമേഷൻ മെസ്സേജ് വരുമ്പോൾ അതിൽ നമ്മൾ കൺഫേം ചെയ്യണം. അത് വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫോണിലോ ലാപ്ടോപ്പിലോ ചെയ്യാവുന്നതാണ്. ആ കൺഫർമേഷൻ കൊടുത്തവർക്ക് മാത്രമേ എക്സാമിന് ഹോൾ ടിക്കറ്റ് വരുള്ളൂ. അപ്പം അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വരുന്ന കൺഫർമേഷനും കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രൊഫൈലിലുള്ള കൺഫർമേഷൻ ഫോർ എക്സാംസ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറൻ്റ് ആയിട്ട് എന്തെങ്കിലും കൺഫർമേഷൻസ് കൊടുക്കാനുണ്ടെങ്കിൽ അതിൽ കൊടുക്കാവുന്നതാണ്. ഇനിയാണ് നമ്മുടെ എക്സാം വരുന്നത്. എക്സാമിന് 2 ആഴ്ച മുൻപാണ് ഹോൾ ടിക്കറ്റ് വരിക. ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ ഡേറ്റ്, കാര്യങ്ങളെല്ലാം നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന എക്സാമിനെ സമീപിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളിനി മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എക്സാം ഹാളിലേക്ക് നിങ്ങൾ പോകുമ്പം ഹോൾ ടിക്കറ്റ്, നിങ്ങളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ID, നിങ്ങളുടെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന ആ ഒരു കാർഡ്, ഒരു പെന്ന്, ഇത് മാത്രമാണ് അവിടെ അലൗ ചെയ്യും. പിന്നെ നിങ്ങൾക്കൊരു വാട്ടർ ബോട്ടിലും കരുതാവുന്നതാണ്. അത് വിസിബിൾ ആയിരിക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് OMR ഷീറ്റ് എങ്ങനെ ഫിൽ ചെയ്യാം എന്നുള്ള കാര്യമാണ്. OMR ഷീറ്റിൽ 2 ഭാഗങ്ങളാണുള്ളത്. ഇത് രണ്ടും രണ്ടാക്കിയിട്ട് തന്നെയാണ് ലാസ്റ്റ് നമ്മൾ എക്സാം കഴിയുമ്പോൾ അവിടുത്തെ ഇൻവിജിലേറ്ററിന് കൊടുക്കേണ്ടത്. ഈ 2 പാർട്ടും ഫില്ല് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇതിലെ ആദ്യത്തെ പാർട്ട്. കാരണം ഇത് ഫില്ല് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റ് വന്നു കഴിയുകയാണെങ്കിൽ പിന്നെ നമ്മൾ എക്സാമിൽ എത്ര മാർക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾ ഇൻവാലിഡ് ആയി പോകും. കാരണം ഇത് കമ്പ്യൂട്ടർ, നമ്മുടെ OMR മെഷർ ചെയ്യുന്ന ആ ഒരു മെഷീനാണ് ഇതെല്ലാം അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ ഇൻവാലിഡ് ആവാതിരിക്കാൻ സാധിക്കൂ. സോ ആദ്യം തന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു OMR ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് വീട്ടിൽ നിന്നൊന്ന് പ്രാക്ടീസ് ചെയ്യണം.
എന്നിട്ട് മാത്രമേ എക്സാം ഹാളിലേക്ക് പോകാൻ പാടുള്ളൂ. ആദ്യം തന്നെ രജിസ്റ്റർ നമ്പർ ആണ്. ആ രജിസ്റ്റർ നമ്പർ മുകളിൽ എഴുതുക. അതിന് താഴെ വരുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളത്തിൽ നിങ്ങളത് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യുമ്പം കൃത്യം റൗണ്ട് ആയിട്ട് പുറത്തൊന്നും പോവാതെ ഫുള്ളായിട്ട് തന്നെ അത് കറുപ്പിക്കേണ്ടതാണ്. പലരും കറുപ്പിക്കുമ്പോൾ കുറേ പാർട്ട് പുറത്തു പോകും, മുഴുവൻ പാർട്ട് കറുപ്പിക്കില്ല. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഇൻവാലിഡ് ആക്കാൻ ചാൻസ് ഉള്ളതാണ്. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി കൊടുക്കുക. പിന്നീട് നിങ്ങൾ എഴുതുന്ന എക്സാമിൻ്റെ കാറ്റഗറി കോഡും അതുപോലെ തന്നെ എക്സാം നെയിമിൻ്റെ പേരും. ഒരുപാട് എക്സാംസ് ഒരുമിച്ച് എഴുതുന്നവർ അതിൻ്റെ കാറ്റഗറി നമ്പർ മാത്രം എഴുതിയാൽ മതി. അതിനുശേഷം ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. ഇത് മാറിപ്പോവരുത്. ആദ്യം വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, പിന്നീടാണ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. അതിനുശേഷം പിന്നെ നെക്സ്റ്റ് പാർട്ട് വരുന്നത് നമ്മുടെ ആൻസേഴ്സ് ഒക്കെയാണ്. ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ABCD അങ്ങനെ 4 പാർട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. 4 പാർട്ടായിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇങ്ങനത്തെ ആൻസറിങ് ഷീറ്റും തരിക. അപ്പോൾ നിങ്ങൾ C എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ C കോഡിൽ ഉള്ള ആൻസറിങ് ഷീറ്റും C കോഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്ന് ഉറപ്പ് വരുത്തണം. അത് നിങ്ങളുടെ എക്സാമിന് വരുന്ന ഇൻവിജിലേറ്റർ ഉറപ്പ് വരുത്തും. അതിൻ്റെ കൂടെ നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക. എക്സാമിൻ്റെ കാര്യം വരുമ്പോൾ മെയിൻസ് എക്സാം ആയിട്ട് നടത്തുന്ന എക്സാമുകളുണ്ട്. അതായത് ഒറ്റൊരു എക്സാം മാത്രം. ചിലതിൽ 2 എക്സാം ഉണ്ടാവും. അതിന് പ്രിലിംസ് എന്നും മെയിൻസ് എന്നും പറയാം. പ്രിലിംസിൽ നിങ്ങൾക്ക് ഒരു സർട്ടേൺ മാർക്ക്, ഒരു കട്ട് ഓഫ് കിട്ടുകയാണെങ്കിൽ മെയിൻസിലേക്ക് പോവാം. പിന്നെ ആ പ്രിലിംസിൻ്റെ മാർക്ക് നോക്കുന്നതായിരിക്കില്ല. ചിലർക്കുള്ള സംശയമാണ് 2 എക്സാം ഉള്ളപ്പോൾ 2ൻ്റെയും മാർക്ക് നോക്കുമെന്ന്. ഇല്ല, ആദ്യത്തെ എക്സാം ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ എക്സാം ആണ്. ആ കട്ട് ഓഫ് മാർക്ക് കടക്കുക എന്നത് മാത്രമാണ് അതുകൊണ്ടുള്ള ഗുണം. അതിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്ന് പറഞ്ഞിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജും ഇല്ല. ജസ്റ്റ് ആ കട്ട് ഓഫ് മാർക്ക് കടക്കുക എന്നുള്ളത് മാത്രമാണ്. അതുപോലെ ഫോഴ്സ് എക്സാമുകൾക്കൊക്കെ ഫിസിക്കൽ ഉണ്ടാവും, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. അതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അത് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഒരുപാട് എക്സാമുകൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂ പാനലിൽ നമ്മൾ അവർ പറയുന്ന ഡേറ്റിൽ പോയിട്ട് നമുക്ക് ഇൻ്റർവ്യൂ കൊടുത്താൽ ഇൻ്റർവ്യൂവിന് 20 മാർക്ക് ഉണ്ടാവും. അതിലൊരു സർട്ടേൺ മാർക്കിൻ്റെ ഇടയ്ക്കാണ് എല്ലാവർക്കും കൊടുക്കാറുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അഡ്വാൻറ്റേജ് കിട്ടും. ഇനിയുള്ള സംശയം ലിസ്റ്റുകളെ കുറിച്ചാണ്. ആദ്യം വരുന്നത് ഷോർട്ട് ലിസ്റ്റ് ആണ്. അതായത് ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രിലിംസ് എഴുതി കഴിയുകയാണെങ്കിൽ പ്രിലിംസ് പാസ്സായി എന്നറിയുക എങ്ങനെയാണ്? ഷോർട്ട് ലിസ്റ്റിലൂടെയാണ്. ഈ ഷോർട്ട് ലിസ്റ്റ് നിങ്ങൾക്ക് സൈറ്റിൽ കേരള സൈറ്റ് PSC പോയി നോക്കിയാൽ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് ഷോർട്ട് ലിസ്റ്റുകളെല്ലാം കാണാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 10th പ്രിലിംസ് ആണ് എഴുതിയതെങ്കിൽ 10th പ്രിലിംസ് നിങ്ങൾ പാസ്സായിട്ടുണ്ട് എന്ന് അറിയിക്കുക എങ്ങനെയാണ്? ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടാവും. നിങ്ങളുടെ പേരോ നിങ്ങളുടെ മാർക്കോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും. എല്ലാവരുടെ രജിസ്റ്റർ നമ്പറും ഒന്നിച്ചുള്ള ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ് പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മെയിൻസ് എക്സാം വരും. മെയിൻസ് എക്സാമിന് പിന്നെ കൺഫർമേഷൻ്റെ ആവശ്യമൊന്നുമില്ല. നേരിട്ട് നിങ്ങൾക്ക് മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഹോൾ ടിക്കറ്റ് ആണ് വരിക എക്സാമിന് 2 ആഴ്ച മുൻപ്. ഈ മെയിൻസ് എക്സാമിന് ശേഷം പിന്നെ വരുന്ന കാര്യമാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ്. ഞാനിത് പറയുന്നത് ഒരു സാധാ PSC എക്സാമിനുള്ള കാര്യമാണ്. ഫോഴ്സിലേക്ക് വരുന്ന കാര്യം പറയുന്നില്ല. അതിൽ പിന്നെ ഫിസിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരിട്ട് നമുക്ക് 2 എക്സാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു എക്സാം കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം പറയാം. ഏകദേശം ഇതുപോലെ തന്നെയാണ്. മറ്റതിൽ ജസ്റ്റ് ചിലപ്പോൾ ഇൻ്റർവ്യൂ വരും, അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ആണ്. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരിക അവരുടെ അടുത്തൊരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഇത് ക്ലിയർ ചെയ്ത ആൾക്കാരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സർട്ടൈൻ കട്ട് ഓഫ് മാർക്കിന് മുകളിലുള്ളവരും അതുപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്നവർക്കും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന എല്ലാവരും ലിസ്റ്റിൽ ഉണ്ടാവണമെന്നില്ല. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു പോസ്റ്റിന് അവർ ഒരു ലാസ്റ്റ് ഡേറ്റ് പറയും, 30/5/2026. അതുവരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ എന്നാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ആ ഡേറ്റിന് മുമ്പുള്ളതായിരിക്കണം. നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് അതിന് ശേഷമുള്ളതാണെങ്കിൽ നിങ്ങൾ ഇൻവാലിഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ മേ ബി ഏതെങ്കിലും ഒരു റിസർവേഷൻ കാറ്റഗറി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ആ സമയത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു കാലയളവിലുള്ള ആ ഒരു സർട്ടൈൻ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ആ റിസർവേഷന് വരില്ല. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ലിസ്റ്റിൽ വരാൻ സാധിക്കില്ല. ഇങ്ങനെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിന് ശേഷം പിന്നീട് വരുന്നതാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ. വെരിഫിക്കേഷന് സമയത്ത് നിങ്ങൾ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് ചെല്ലേണ്ടത് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ള PSC ഓഫീസിലാണ്. ഈ PSC ഓഫീസിൽ വെച്ചിട്ട് മാനുവലായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം വെരിഫൈ ചെയ്യും.
ഇത് നമ്മൾ എങ്ങനെ അറിയാം എന്ന് വെച്ചാൽ, ഇതിൽ അനൗൺസ്മെന്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുള്ള ഡേറ്റ്, സ്ഥലം എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അതുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ആ ഡേറ്റിന്റെ അന്ന് പ്രസ്തുത സ്ഥലത്ത് നിങ്ങളുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാം. അതിനുശേഷം പിന്നീട് PSC റാങ്ക് ലിസ്റ്റ് ആണ് പ്രസിദ്ധീകരിക്കുക. ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ റാങ്ക്, ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ മാർക്ക്, വെയിറ്റേജ് ഉണ്ടെങ്കിൽ വെയിറ്റേജ് മാർക്ക്, നിങ്ങൾ എഴുതിയ OMR എക്സാമിന്റെ മാർക്ക്, അതുകൂടാതെ എന്തെങ്കിലും റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ അതും അതിലുണ്ടാവും. അതിനുശേഷമാണ് പിന്നീട് അഡ്വൈസ് വരിക. അഡ്വൈസ് വരുമ്പം റിസർവേഷന്റെ അടിസ്ഥാനത്തിലാണ് അഡ്വൈസ് വരിക. ജനറൽ കാറ്റഗറി, പിന്നെ റിസർവേഷൻ ഉള്ള കാറ്റഗറി, അങ്ങനെ റൊട്ടേഷൻ ചാർട്ടിലാണ്. അപ്പം എന്താണ് കേരള PSC, എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താം. ആർക്കെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് അവർക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പം ഇനി വരുന്ന കാൻഡിഡേറ്റ്സിനൊക്കെ ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകാവുന്നതാണ്. സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷൻ സമയത്തോ അപ്ലോഡിന്റെ സമയത്തോ നിങ്ങൾ നേരിട്ട വല്ല പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചോദിക്കാവുന്നതാണ്. ഇപ്പം എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു ഗവൺമെന്റ് ജോലി. വർഷങ്ങളായിട്ട് അതിന് പ്രയത്നിക്കുന്നവരുണ്ട്. 10-15 വർഷം എല്ലാം PSCക്ക് വേണ്ടിയിട്ട് വളരെ തീവ്രമായിട്ട് പരിശ്രമിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം അടുത്തടുത്ത സ്റ്റെപ്പുകളിലേക്ക് കടക്കാൻ കഴിയട്ടെ. നിങ്ങൾക്കും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജും വെരിഫിക്കേഷനും റാങ്ക് ലിസ്റ്റിനും വരാൻ കഴിയട്ടെ. നിങ്ങൾക്കും അഡ്വൈസ് മെമ്മോ കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പം നമ്മുടെ ചാനലിൽ ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് വളരെ ക്വിക്കായിട്ടുള്ള ക്ലാസ്സുകൾ തരുന്നുണ്ട്. കാരണം നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ ക്ലാസ് എല്ലാം ഫോളോ ചെയ്യുക.